അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വീണ്ടും നമ്മൾ നൂറെ ഹബീബ് തങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചു പോകും. ഈ ഒരു വിഷയത്തിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല എന്നിങ്ങനെ ചിന്തിച്ചു പോകും. പക്ഷേ ചില വീഡിയോസൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഇളകി വരും. വീഡിയോ എന്താണ് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ മനുഷ്യന്മാർ ഇങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ട് ആരും തന്നെ ഇല്ലേ? എന്തിനാണ് ഈ മനുഷ്യന്മാർ ഇങ്ങനെ അതിലേക്ക് അഡിക്റ്റായി കുടുങ്ങി പോയിരിക്കുന്നത്? എന്നിങ്ങനെ മനസ്സിൽ തോന്നി അവസാനമായിട്ട് ഞാനിങ്ങനെ വീഡിയോയിൽ വന്നിരിക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ ഈ നൂറെ ഹബീബുമായി സംബന്ധിച്ച് വീഡിയോ ചെയ്യാൻ തന്നെ എനിക്ക് താല്പര്യമില്ല. പക്ഷെ പറയാതിരിക്കാൻ വയ്യ. ചില വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് അങ്ങ് ഇങ്ങ് കേറി പോവുകയാണ്. ഞാൻ കൂടുതലായിട്ടൊന്നും നീട്ടി പറയുന്നില്ല. വിഷയത്തിലേക്ക് ഞാൻ കടക്കാം. ഈ നൂറെ ഹബീബ് എന്ന് പറയുന്ന തങ്ങളെക്കുറിച്ച് നമ്മൾ പല പ്രാവശ്യം വീഡിയോ ചെയ്ത് ആൾക്കാരുടെ മുമ്പിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലേക്ക് അഡിക്റ്റായി പോയിട്ടുള്ള ആൾക്കാർ ഞാൻ പല പ്രാവശ്യം വീഡിയോനകത്ത് പറഞ്ഞതുപോലെ ഈ മറ്റേ മാദക ദ്രവ്യങ്ങളുണ്ടല്ലോ, ഈ ഏഹ്, മ ബോധം ഇല്ലാതാക്കുന്ന, നഷ്ടപ്പെടുത്തുന്നതായ ചില ദ്രവ്യങ്ങളുണ്ടല്ലോ, MDMA പോലത്തെ അത്തരത്തിലുള്ള ഇതിലേക്ക് അഡിക്റ്റായി പോകുന്ന ആൾക്കാരുണ്ടല്ലോ. അതേപോലെയാണ് ഈ ഒരു ഓൺലൈൻ മജ്‌ലിസിലേക്കും ഈ നൂറെ ഹബീബ് എന്ന് പറയുന്ന മജ്‌ലിസിൻ്റെ മുത്തുമണികളായിട്ടുള്ള ആൾക്കാർ അഡിക്റ്റായി പോയിട്ടുള്ളത്. ഇത് ഞാൻ പറഞ്ഞത് ശരിയാണോ ഇല്ലേ നിങ്ങൾ എഴുതി വെച്ചോ വേണമെങ്കിൽ. ഒരു ദിവസമുണ്ടാവും ഇത് പൊളിഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കുന്ന ഒരു ദിവസമുണ്ടാവും. അന്നത്തെ ആ ഒരു ദിവസം ചിലപ്പോൾ ഞാൻ ഉണ്ടാവണമെന്നില്ല. എന്ന് വെച്ചാൽ എപ്പോഴാണ് നമ്മൾ മരിക്കുക, എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ഒരു ദിവസം അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു ദിവസമുണ്ടാവും. ആ ദിവസം നമ്മളൊക്കെ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ ഓർക്കും. ആ ദിവസത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത്രയോ കുഴപ്പങ്ങളാണ് ഈ നൂറെ ഹബീബ് എന്ന് പറയുന്ന ഈ മജ്‌ലിസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും ഇതിനെ മനുഷ്യന്മാരായിട്ടുള്ള മുത്തുമണികളായിട്ടുള്ള അതിലേക്ക് അഡിക്റ്റായി പോയിട്ടുള്ള ആൾക്കാർ അതിനെ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ അടുത്ത് പല പ്രശ്നങ്ങളും ഈ നൂറെ ഹബീബ് തങ്ങളെ കുറിച്ചിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പല പ്രാവശ്യം പല വീഡിയോനകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിലും വീണ്ടും അതിനെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ അടുത്ത് എനിക്കൊരു ക്ലിപ്പ് കാണാൻ വേണ്ടി കഴിഞ്ഞു. നമ്മുടെ യൂട്യൂബിൽ സജീവമായിട്ട് ഇല്ലായിരുന്നു നമ്മുടെ ഹാരിസ് മദനി ഉസ്താദ്. ഹാരിസ് മദനി ഉസ്താദിൻ്റെ വീഡിയോസൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടതാണ്. ഏകദേശം അദ്ദേഹത്തിൻ്റെ 1,00,000 മുകളിലുള്ള ഒരു ചാനലും കൂടി ഉണ്ടായിരുന്നു. രണ്ടാമതായിട്ട് പുതുതായിട്ട് ഒരു ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ നൂറെ ഹബീബ് തങ്ങളെ കുറിച്ചിട്ട് പല വീഡിയോസും അദ്ദേഹം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ കാണുമ്പോൾ സത്യത്തിൽ ഇതല്ലേ ദീൻ എന്ന് തോന്നിപ്പോവും. പക്ഷേ അതിൻ്റെ അടിയിലും കമൻ്റ് ഇടാൻ വേണ്ടിയിട്ട് ഈ നൂറെ ഹബീബിൻ്റെ ഏജൻറ്റുമാർ ശക്തമായിട്ട് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഈ അടുത്ത് നൂറെ ഹബീബ് തങ്ങൾ ഒരു മജ്‌ലിസിൽ ഒരു ക്ലിപ്പ് എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. ശപിക്കുന്നതായ ഒരു ക്ലിപ്പ് കാണാൻ വേണ്ടി കഴിഞ്ഞു. ഞാൻ നിങ്ങൾക്കൊന്ന് അത് കേൾപ്പിച്ച് തരാം. ജസ്റ്റ് കേട്ട് നോക്കിയേ. അതിൽ ശപിക്കുന്ന ചില വാക്കുകളുണ്ട്. ആ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയി, യഥാർത്ഥ ദീന് പറയുന്ന ഒരു വ്യക്തിക്ക് ആ ഒരു ശാപം തട്ടുമോ എന്നാണ് ഞാൻ ചിന്തിച്ചു പോയത്. തട്ടുമോ? നിങ്ങൾ പറ. ഒരിക്കലുമില്ല. എന്താണ് യഥാർത്ഥ ദീനെന്ന് അദ്ദേഹം അവിടെ, ഹാരിസ് മദനി ഉസ്താദ് അവിടെ പറഞ്ഞു കൊടുക്കുന്നത്, അത് മനുഷ്യന്മാരായിട്ടുള്ള നിങ്ങൾ സ്വീകരിക്കാതെ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോ കണ്ട് ഒരു മനുഷ്യനെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ചിന്തിച്ചാൽ അത് മതി എനിക്ക്. ധാരാളമായിട്ട് മതി. ഞാൻ എവിടെയും ഈ വീഡിയോസിൻ്റെ അകത്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, നമ്മുടെ ലൈക്ക് ബട്ടൺ ഒത്തു, അല്ലെങ്കിൽ ഷെയർ ചെയ്യൂ, അല്ലെങ്കിൽ കമൻറ്റ് ഇടൂ, ഇങ്ങനൊന്നും ഞാൻ പറയല്ല. കമൻറ്റ് ഇടുന്നു വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ഇടേണ്ട സെക്ഷൻ തന്നെയാണ് ഈ കമൻറ്റ് ബോക്സ്, ഇടുക. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ ബെൽ ബട്ടൺ അമർത്തോ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ എന്നിങ്ങനെ ഒരിക്കലും ഞാൻ ഈ നൂറെ ഹബീബിൻ്റെ ഇത്തരത്തിലുള്ള ഇതിൻ്റെ അകത്ത് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതിൻ്റെ ആവശ്യവും എനിക്കില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുകയോ കാണാതിരിക്കുകയോ ലൈക്ക് ഇടുകയോ അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ഇടുകയോ റിപ്പോർട്ട് അടിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഒരു പ്രശ്നവുമില്ല എനിക്ക്. പക്ഷേ എന്താണ് സത്യാവസ്ഥ എന്ന് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഞാൻ ഒരു ക്ലിപ്പ് കാണിച്ചു തരാം, അത് കേട്ട് നോക്കിയേ. ഇപ്പൊ നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? ഇപ്പൊ ചെറിയൊരു വിവാദം എനിക്ക് പ്രശ്നമല്ല. ഇപ്പൊ ചെറിയൊരു വിവാദം, സലാത്ത് മുടക്കാൻ നോക്കി ഒരുത്തന്, അത് നടന്നില്ല. പിന്നെ ഫിത്ന ഉണ്ടാക്കാൻ നോക്കി, നടന്നില്ല. കുറേ ഫിത്ന ഉണ്ടാക്കാൻ, ഒന്നും നടക്കണില്ല. ഒരു തലയെ കിട്ടിയായിരുന്നു. അള്ളാഹുവിന്റെ ഷർറത്ത് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇപ്പോൾ ഉംറന്റെ ആൾക്കാർക്ക് ഫിത്ന ഉണ്ടാക്കാൻ ഇറങ്ങിക്കണം. എനിക്ക് പ്രശ്നം കേട്ടോ, ഞാനത് മെയിൻ ചെയ്യാറില്ല. ഇൻഷാ അല്ലാ ഉംറന്റെ അമീർ ഞാനല്ല. ഉംറന്റെ അമീർ 2 പേര് മാഷാ അല്ലാ 25 വട്ടം ഹജ്ജിന് പോയ അമീർമാരാ. നൂറെ ഹബീബിന്റെ ഉംറയ്ക്ക് വന്ന ഒരു ഭാഗ്യമുള്ളവരാ. 25 കൊല്ലം പിന്നെ ഹജ്ജ് ചെയ്തവരും
ആയിരക്കണക്കിന് ഉംറ ചെയ്ത ആൾക്കാരാണ് നൂറെ ഹബീബിന്റെ പിന്നെ അമീറന്മാര്. ഞാൻ എന്തില്ല അവിടെ വരും, അവർക്ക് വേണ്ടി ദ്വാരക്കും. മനസ്സിലായോ? വേറെ പണി നിനക്കില്ല, ഞാൻ ദ്വാരക്കാനാ പോണു, ദ്വാ ചെയ്യാനാണ്. എന്നിട്ട് ഒരുത്തനതാ ഞാൻ മുടി വെച്ചിട്ട് ഉംറ ചെയ്തു വന്നു. പടച്ചോനെ ഉനക്ക് ശാപം എവിടെ കൊണ്ടുപോയി വെക്കുക? എന്റെ മുടി കാണിച്ചിട്ട് അള്ളാഹുവേ എനിക്ക് പറയാൻ ഓന്റെ ശരീരം അള്ളാഹു നമ്മൾ പെടുത്താതിരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കുക. അമീറന്മാര് ഷെഫി തങ്ങളെ നിങ്ങൾക്ക് അറിയില്ലേ? ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയി, ഞാൻ ഓലെ കുടുംബം ചെയ്തിട്ടില്ല, ഞാൻ മത്താഫിൽ പോയി, അവിടെ ആയിരുന്നു. ഏത് മനുഷ്യനും അറിയാം എന്ത് അജുൽ അസ്വദ് എവിടെ ആർക്കും ഏത് കുട്ടികൾക്കും അറിയാം. അപ്പൊ ഫിത്തന ഉണ്ടാക്കുകയാണ്. അള്ളാഹുവേ ഓന്റെ ശരീരത്തോട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഞാൻ മറുപടി പറഞ്ഞു നിന്നതല്ല, ഇന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ, ആർക്കും മറുപടി ഇല്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു ബർക്കത്ത് നൽകട്ടെ, സന്തോഷം അള്ളാഹു നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ 21 കൊല്ലം അള്ളാഹു ബർക്കത്ത് നൽകട്ടെ കേട്ടോ ഇൻഷാ അല്ലാഹ്. പിന്നെ പറയാനുള്ളത് ഇൻഷാ അല്ലാഹ് ഇന്ന് കോട്ടക്കലാണ്, ഇജാസത്തുണ്ട് ഇൻഷാ അല്ലാഹ്. അള്ളാഹു കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഒരു ഫിത്നയിൽ പെടരുത് കേട്ടോ. എന്ത് വേണമെങ്കിലും പറഞ്ഞിട്ട് ഇതൊരിക്കലും ഈ അൻസാർ ജോഹരി ഉസ്താദ് ആവട്ടെ, അല്ലെങ്കിൽ ഹാരിസ് മദനി ഉസ്താദ് ആവട്ടെ, അല്ലെങ്കിൽ പല ആൾക്കാരും ഈ മജ്‌ലിസിനെ കുറിച്ചിട്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പല വീഡിയോസുകളും ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഇവർക്കാർക്കും ഈ ഒരു ശാപം തട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരെന്താണ് ദീൻ എന്നാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്, അല്ലാതെ മറ്റൊന്നും അവർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഈ ഉസ്താദന്മാരായിട്ടുള്ള ആൾക്കാർ അവനെന്ന് വിളിച്ചുകൊണ്ടാണ് ഇവിടെ ഏകവചനത്തിലാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ഇവരൊരിക്കലും ആ തങ്ങളെ ഒരിക്കലും അവൻ ഇവനെന്ന് ബഹുമാനക്കുറവോട് ഒരിക്കലും വിളിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവരത്രയും റെസ്പെക്റ്റ് വെക്കുന്ന സമയത്ത് ഈ തങ്ങൾ ആണെങ്കിലോ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഹാരിസ് മദനി ഉസ്താദ് മറ്റൊരു വിഷയം കൂടി ഈ അടുത്തായ വീഡിയോൻ്റെ അകത്ത് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു പാവപ്പെട്ട അല്ലെങ്കിൽ യതീമായ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു തുക ഒരാൾ നൂറെ ഹബീബ് തങ്ങളുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഇത് കൊടുത്ത് അതിനെ അയാൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഈ തങ്ങൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഒരു ജുവലറിയിലേക്ക് കൊടുത്ത് അവിടെ നിന്ന് ആ ഒരു കിട്ടുന്ന ആ പണമുണ്ടല്ലോ, മാസം എത്ര തരുമെന്ന് ചോദിച്ചിട്ട് അതിനെ ഇങ്ങനെ എടുത്തു കൊടുത്തു എന്നുള്ളതാണ്. അതിൻ്റെ വിധി എന്താണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് കേട്ടു നോക്കി. എന്തായാലും തങ്ങളെ നിങ്ങളുടെ ആ ശാപപ്രാർത്ഥന എനിക്ക് ഏൽക്കില്ല എന്ന് 100% ദീനിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പരസ്യമായി പ്രകടമാകുന്ന തെറ്റുകളെ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ. അതിലെൻ്റെ നിയ്യത്ത് ജനങ്ങളുടെ ഈമാൻ വഴിതെറ്റിപ്പോകരുത് എന്നാണ്. അതുകൊണ്ടാണ് പറയുന്നത്, അതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. അത് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്ന തെറ്റുകളെ നിങ്ങൾ സ്വയം ന്യായീകരിച്ചുകൊണ്ട് അനുയായികളെ പിടിച്ചു നിർത്താൻ വേണ്ടി ഈ പണിയൊക്കെ എടുക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന എന്തെല്ലാം അബദ്ധങ്ങൾ അത് നിങ്ങളുടെ നാവിലൂടെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെയും പുറത്തു വരുന്നതാണ്. അതല്ലാതെ കേവലം ഒരാരോപണമായി ഉന്നയിക്കുന്നതല്ല. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ ഒരാൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ യതീം മക്കൾക്ക് വേണ്ടിയിട്ട് വലിയ ഒരു സംഖ്യ കൊടുത്തു. ഇദ്ദേഹം ആ സമ്പത്തി, ആ പണം എന്താ ചെയ്തത്? അദ്ദേഹം പറയട്ടെ. കഴിഞ്ഞ വെള്ളിയാഴ്ച, അതിന്റെ മേലത്തെ വെള്ളിയാഴ്ച ഒരാളിന്റെ അടുത്ത് കൊടുന്ന് വന്നിട്ട് എൻ്റെ വലിയൊരു സംഖ്യ ഏൽപ്പിച്ചു. ഒരു സംഖ്യ ഏൽപ്പിച്ചിട്ടുണ്ട് കയ്യിൽ ഒരാൾ. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ പൈസ നിങ്ങളിപ്പോ യതീം മക്കൾക്ക് കൊടുക്കണം, ഈ പണം നിങ്ങൾ യതീം മക്കൾക്ക് കൊടുക്കണം. അങ്ങനെ ഞാൻ പറഞ്ഞു, എന്റെ കയ്യിൽ തരില്ല, ഞാൻ ഒരുപാട് ബാധ്യതയുള്ള ഒരു മനുഷ്യനാണ്, യതീം മക്കളും അത് ഒരുപാട് ബാധ്യത ഉണ്ട്, അതുകൊണ്ട് നിങ്ങളത് വേറെ ആളുകൾ അല്ല, തങ്ങൾക്ക് ഇത് വെക്കാത്തൊരു സ്ഥലം വിറ്റിട്ട് കിട്ടിയതാണ്, നല്ലൊരു സംഖ്യയാണ്, ഏകദേശം നല്ലൊരു സംഖ്യ. അങ്ങനെ ഞാൻ എന്താക്കി, നിങ്ങൾക്ക് വിശ്വാസമാണെങ്കിൽ ഇന്ത്യ തന്നോളിന്ന് അങ്ങനെ തന്നു. അങ്ങനെ തങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ആ വലിയ ഒരു സംഖ്യ അദ്ദേഹം യതീം മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി തങ്ങളെ ഏൽപ്പിച്ചു. എന്താ തങ്ങൾ ചെയ്യേണ്ടത്? എന്താ ദീനിൻ്റെ നിയമം? കൂട്ടത്തിൽ പണ്ഡിതന്മാരിയ്ക്കുന്നുണ്ടല്ലോ. സ്വന്തം അനിയൻ പോലും ഒരു ഫൈസിയും പണ്ഡിതനുമാണല്ലോ. അദ്ദേഹത്തോടൊന്ന് ചോദിച്ചു നോക്ക്, ഞാൻ ഈ പറയുന്നത് തെറ്റാണോ എന്ന്. ഞാൻ ഈ വിഷയം സംസാരിക്കുന്നതിനു മുമ്പ് ഒന്നുകൂടി ഉറപ്പുവരുത്താൻ കേരളത്തിലെ വലിയ ഒരു അറിയപ്പെട്ട പണ്ഡിതനെ ഒരു 5 മിനിറ്റ് മുമ്പ് ഞാൻ ഫോൺ ചെയ്ത് അതിൻ്റെ മസ്അല ചോദിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഫോൺ ചെയ്ത റെക്കോർഡ് എൻ്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ട്, ആവശ്യമാണെങ്കിൽ ഞാൻ പുറത്തുവിടുകയും ചെയ്യാം.
എന്താണ് അതിൻ്റെ മസ്അല? യത്തീം മക്കൾക്ക് കൊടുക്കാൻ എന്ന് പറഞ്ഞ് ആരെങ്കിലും പണമേൽപ്പിച്ചാൽ അത് യത്തീം മക്കൾക്ക് കൊടുക്കണം. യത്തീം മക്കളുടെ രക്ഷിതാക്കളെ ഏൽപ്പിക്കണം. അത് നിർബന്ധമാണ്. തങ്ങൾ ചെയ്ത പണി എന്താണെന്നറിയോ? ഞാനതൊരു ജ്വല്ലറി കൊണ്ടുപോയിട്ട് ചോദിച്ചു, എത്ര ഉറുപ്പ്യ കിട്ടും ഒരു മാസം? അപ്പൊ എത്ര ഉറുപ്പ്യ കിട്ടും പറഞ്ഞു. അപ്പൊ തനിച്ച ഹറാം, പച്ചയായ ഹറാം. ഞാനിത് വെറുതെ പറയുന്നതാണെങ്കിൽ തങ്ങളെ കൂടെയുള്ള പണ്ഡിതന്മാരുണ്ടല്ലോ, അവരോട് ചോദിച്ചോളൂ. ജ്വല്ലറിയിൽ പോയിട്ട് ഈ പണം കൊടുത്തിട്ട് തങ്ങൾ അവരോട് ചോദിക്കാണ് എത്ര രൂപ കിട്ടുമെന്ന്. ഷെയർ ബിസിനസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഒരാളുടെ കച്ചവടത്തിൽ നമുക്ക് മുതലിറക്കിക്കൊണ്ട് ഷെയർ ചേരാം. മാസം ഇത്ര രൂപ തരുമെന്നോ അല്ലെങ്കിൽ ഇത്ര രൂപ തരണമെന്നോ എത്ര രൂപ തരുമെന്നോ ചോദിച്ചുകൊണ്ട് പണം ബിസിനസ്സിൽ ഇറക്കാൻ പാടില്ല. അത് പലിശയാണ്, അത് ഹറാമാണ്. ഇന്ന് പല ആളുകളും അങ്ങനെ ചെയ്യുന്നുണ്ട്. 1,00,000 മാസം 3000 രൂപ ലാഭം. കൃത്യമായൊരു കണക്ക് പറഞ്ഞുകൊണ്ട് ബിസിനസ്സിൽ പണം ഇറക്കാൻ പറ്റുമോ? ഇനിയെങ്കിലും ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള കുടുക്കിൽ ആരും പെടാതെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഈ നൂറെ ഹബീബ് സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളല്ല, എന്നാലും നിങ്ങളോട് ഞാൻ പതിവായിട്ട് ചില വീഡിയോസിനകത്ത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വിഷയം, അതായത് നമ്മൾ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പാവപ്പെട്ട ആൾക്കാർക്ക് സഹായം എന്ന രീതിയിൽ ഫണ്ട് ശേഖരിപ്പിക്കാറുണ്ട്. 1 രൂപ പോലും ഹക്കായിട്ട് നമ്മൾ ഇതിൽ നിന്ന് 1 രൂപ പോലും എടുക്കുന്നില്ല എന്നുള്ളതാണ് വിഷയം. ആദ്യം നിങ്ങളോട് പറയുകയാണ്, ഈ റോഡ് സൈഡിൽ തെരുവിൻ്റെ സൈഡിലൊക്കെ പല ആൾക്കാരും, പാവപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫണ്ട് ശേഖരിപ്പിക്കുന്നത്. ഏകദേശം 3500ഓളം രൂപ മാത്രമാണ് നമുക്കിപ്പോൾ ശേഖരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഓൺലൈൻ മജ്‌ലിസ് ആയാൽ പല ആൾക്കാരും ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടി റെഡിയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള പാവപ്പെട്ട ആൾക്കാർക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരാളും മുമ്പോട്ട് വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, നമ്മൾ ഇതിൽ കിട്ടുന്ന ഓരോ രൂപയുടെയും സ്റ്റേറ്റ്മെൻറ്റ് അടക്കം നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് നിങ്ങളിൽ കഴിയുന്ന പരമാവധി ഈ ഒരു ഫണ്ടിലേക്ക് നിങ്ങൾ സഹായിക്കുക, സഹകരിക്കുക. അതേപോലെ ഈ പണം 1 രൂപ പോലും നമ്മൾ എടുക്കാറില്ല. ഈ ഓൺലൈൻ മജ്‌ലിസ് നടത്തുന്ന ആൾക്കാരോട് നിങ്ങളൊന്ന് ജസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ചോദിച്ചു നോക്കുക. അവർക്ക് പണം ലഭിച്ചത് എവിടെ പോയി, എന്തൊക്കെയാണ് അവർ ചെയ്തതെന്നൊന്ന് ജസ്റ്റ് കേട്ടാൽ അതൊന്നും അവർക്ക് തരാൻ അവർ റെഡി ആയിരിക്കില്ല. എന്നാൽ നമ്മൾ ഇതിൻ്റെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് അടക്കം നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ നമ്മൾ ഇടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് കൂടുതലായിട്ട് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ തന്നെ വരുന്നുള്ളതാണ്. അതേപോലെ ആരെങ്കിലും സഹായിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് നമ്മുടെ ഈ ഒരു സ്കാനർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മുടെ നമ്പറിലേക്കോ ഒന്ന് ഗൂഗിൾ പേ ചെയ്താൽ നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു മാസം അടുത്തോളം അല്ലെങ്കിൽ ഒരു 15 ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ആ ഒരു പണം നമ്മൾ കൊടുക്കും. ഫണ്ടൊക്കെ ക്ലോസ് ചെയ്യും. ഇൻഷാ അല്ലാഹ് ഏതായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പൂർണ്ണമായിട്ടുണ്ടാവണം. അതേപോലെ നമ്മുടെ ഫണ്ടിലേക്ക് ഏകദേശം 3500ഓളം രൂപ അയച്ചു തന്ന ഓരോരുത്തരെയും മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ പല ആൾക്കാർ രോഗം കൊണ്ട് വിഷമിച്ചിട്ട് ആ പണം അയച്ച ആൾക്കാരുണ്ട്, അല്ലാഹുവേ പെട്ടെന്ന് തന്നെ അവരുടെ രോഗത്തിന് നീ ശമനം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ തടിയിലോ എല്ലിലോ മുള്ളിലോ അല്ലെങ്കിൽ അവരുടെ ചോരയിലോ ഉള്ള എല്ലാ രോഗങ്ങളെയും അല്ലാഹുവേ നീ ശമനം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.